5 കിലോൻ്റെ ഗ്രേപ്സാണ് നമ്മൾ വൈനിടാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫുൾ പാക്കറ്റായിട്ട് നമ്മൾ ഹോൾസെയിലത്തിൽ വാങ്ങുകയാണ്. മാർക്കറ്റിൽ പോയി ഡയറക്റ്റായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റേതായ ഫ്രഷ്നെസ്സോട് കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോവാം. ഇപ്പോൾ ഞങ്ങൾ മുന്തിരിങ്ങ ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഓരോ സെറ്റായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന പോലെയല്ലേ കാണിക്കുന്നത്, കമേഴ്ഷ്യലായിട്ടൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായ വലിയ പാത്രങ്ങളോ ഭരണി അങ്ങനെയല്ല. അപ്പോൾ 3 ഗ്ലാസ് ബോട്ടിൽസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ 3 ബോട്ടിൽ അപ്പോൾ ഞാൻ ഓരോ സെറ്റായിട്ട് ഉണക്കാൻ വെക്കുകയാണ്. ടെറസിലാണ് സാധാരണ വെക്കുക, പക്ഷെ ഇപ്പം മഴയായ കാരണം അത് പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ ഉണക്കാന്ന് പറഞ്ഞാൽ ആ നനവൊന്ന് പോകണം പുറത്തെ. നമ്മൾ കഴുകിയില്ലേ, വാഷ് ചെയ്യണമല്ലോ മുന്തിരിങ്ങ വാങ്ങി, അത് വാഷ് ചെയ്ത മുന്തിരിങ്ങ അതൊന്ന് ഇതാവാൻ ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒരു മുണ്ട് ഇതാക്കി ബെഡിൽ ഫാനിൻ്റെ ചുവട്ടിൽ ഒന്ന് വെക്കുകയാണ്. ജസ്റ്റ് ഒരു 1 hour അത്രയേ ഉള്ളൂ. അപ്പോൾ ബിക്കോസ് ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യം എപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കഴുകിയ വെള്ളം ഇതിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഉണക്കാൻ വെക്കുന്നത്. ഓക്കെ, തൊലി കളഞ്ഞിടുന്നുണ്ട്. ഇതാ മുന്തിരിങ്ങയൊക്കെ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്നു, ഓരോന്നായിട്ട് എടുത്തിട്ട്. ഇപ്പോൾ 1.5 കിലോ മുന്തിരിങ്ങയാണ് ഇതിലുള്ളത്. ഞങ്ങൾ 3 ആയിട്ടാണ് 5 കിലോനെയും ചെയ്യണത്. അപ്പോൾ 1.5 കിലോ മുന്തിരിങ്ങയ്ക്ക് ഇപ്പോൾ വേണ്ട പഞ്ചസാര എന്ന് പറയണത് 1 കിലോ ആണ് ഇടണത്. ഞങ്ങൾ 1.5 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് ഇതപ്പോൾ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നു. അത് പാക്കറ്റാണ്, അങ്ങനെ ഇട്ടതാണ്. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറയാൻ പാടില്ല. എന്താ വെച്ചാൽ പഞ്ചസാരയും ഒരു എന്താ പറയുക, നമ്മളിത് ഫെർമെൻ്റ് ആവാനുള്ളൊരു ഘടകമാണ്. ഇപ്പോൾ ഈസ്റ്റ് വേഗം പൊന്താനായിട്ട് നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്യാറില്ലേ നോർമലി ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈസ്റ്റ് വേഗം ഫെർമെൻ്റ് ആവും ഷുഗർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഷുഗർ കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അത് വല്ലാണ്ട് ജ്യൂസ് പോലെ ആവാനും പാടില്ല. ഇനി അതിലിടാനുള്ള സ്പൈസസ് ആണ്. അപ്പോൾ പട്ട, ഗ്രാമ്പും ഏലക്കയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തം അതിലിടാനല്ല കേട്ടോ. ഒരു 3 പട്ട കുഞ്ഞു പീസ്, അതേപോലെ ഇതിൽ കാണുന്ന പീസസില്ലേ അങ്ങനത്തെ 3 എണ്ണം, ഒരു 3 ഗ്രാമ്പ്, 3 ഏലക്ക, അത്രേ വേണ്ടു. ഇതിൽ വല്ലാണ്ട് മസാല കുത്ത് പാടില്ല. അതേപോലെ ഇതിൻ്റെ വീര്യം കൂട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോതമ്പാണ്. ഇപ്പോൾ ഗോതമ്പ് ഒരു കിഴി കെട്ടിയിട്ടിടും ചിലവർ, നമ്മൾ അങ്ങനെ തന്നെ ഇടും. നമ്മൾ മാക്സിമം എന്താ പറയുക എളുപ്പത്തിൽ ചെയ്യുന്ന വഴിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ പട്ട ഗ്രാമ്പൊന്നും നമ്മൾ ഒന്നിങ്ങനെ കൈകൊണ്ട് ഞെരടിയിട്ട് ഇടും. ഒരു പിടി ഗോതമ്പാണ് ഇടണത് നമ്മൾ. എന്നിട്ട് ഇളക്കണ്ടേ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇളക്കുന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഈസ്റ്റ് ഇടണം. നമ്മൾ ഒരു 1.5 കിലോ ഇതിന് മുന്തിരിങ്ങയ്ക്ക് 1.5 ലിറ്ററാണ് വെള്ളം ഒഴിക്കുന്നത്. 1.5 to 2 വരെ ഒഴിക്കാം. നമ്മുടെ ഇപ്പോൾ ഈ കുപ്പിയിൽ 1.5 കിലോ ആണ് ഇതാവുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, 1.5 to 2 വരെ നമുക്ക് ഒഴിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ ബ്രൂവേഴ്സ് ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മളൊന്നും മിക്സ് ചെയ്ത് ഇതാക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചൂടുവെള്ളത്തിലിടുക അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ആക്ച്വലി ഇത് യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. തിളപ്പിച്ചാറിയ ഇതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇനി മിക്സ് ചെയ്യാൻ പോകും.
ഇനി നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് നമ്മുടെ സാധാ മുണ്ടിൻ്റെ പീസോ എന്തോ വെച്ച് നമ്മൾ കെട്ടുക. അപ്പോൾ ഒരു കുപ്പി റെഡി. അപ്പോൾ ഒരു ഭരണിയും 2 ഗ്ലാസ് ജാറിലും റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ മൊത്തം 5 കിലോ ഗ്രേപ്സ്, നേരത്തെ പറഞ്ഞ കണക്കിനനുസരിച്ചുള്ള. അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ ഗ്രീൻ ഗ്രേപ്സ് അരിച്ച് ഭരണിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനി 6 days അവിടെ ഇരിക്കണം. അപ്പോൾ ആ 6 days ഇരുന്ന് ഒരു ബീറ്റ്റൂട്ടാണ് ഞാനിപ്പോൾ അടുത്ത പ്രൊസീജിയറായിട്ട് കാണിക്കുന്നത്. ബിക്കോസ് ഒരേ സാധനം ആകുമ്പോൾ അത്രയും ദിവസം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഗ്രേപ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 6 days കഴിഞ്ഞിട്ടേ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി റെഡിയായ ബീറ്റ്റൂട്ടാണ് നമ്മളിപ്പോൾ കുപ്പിയിൽ ആക്കാൻ പോകുന്നത്. അടിപൊളി റെഡ് കളർ കുപ്പിയിലാക്കാണ്ട് എളുപ്പത്തിനാണ്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഏത് സാധനവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. നല്ലോണം തുടച്ചുണക്കിയ പാത്രങ്ങളിലേക്ക് ആക്കാൻ പാടുള്ളൂ. അപ്പം ഇപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾക്ക് കുപ്പിയിലേക്ക് ആക്കുന്നു. പിന്നെ വെയിൽ അടിക്കുന്ന പോലത്തെ, അതായത് ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കുപ്പികളാവുമ്പോൾ വേഗം അത് കേട് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈൻ കുപ്പി എപ്പോഴും ഡാർക്ക് ബോട്ടിൽസിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ 2 ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് ഡാർക്ക് കളർഡ് ബോട്ടിലും. അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ സിൽവർ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാൻ നോക്കണം. എന്നിട്ട് എടുത്ത് വെക്കാൻ പാടുള്ളൂ. ബിക്കോസ് സൺലൈറ്റ് കടക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഡാർക്ക് ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 2 നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ കാണിച്ചു തരാം. അതിൽ നമ്മൾ സിൽവർ ഫോയിൽ വെച്ച് കവർ ചെയ്യും. ഇതാ ഈ കളറിലാണ് നമുക്ക് ഉണ്ടാകും. ഞങ്ങൾ കുറച്ച് ബാക്കി വന്നത് ഗ്ലാസ്സിലൊന്ന് വെച്ചതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ആയിട്ടുള്ള ബോട്ടിൽസ് കവർ ചെയ്യണം. സൺലൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്കിപ്പോൾ കുഴിച്ചിടാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ ഫ്ലാറ്റ്സ് ആകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണിത്. സിൽവർ ഫോയിൽ വെച്ച് നമ്മൾ ബോട്ടിലൊക്കെ കവർ ചെയ്യും. റെഡി.